ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. പിന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്. അവരുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒരുക്കിയൊരു ഇഫ്താർ പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് അറിയില്ല ഇങ്ങനൊരു പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ ജസ്റ്റ് വൈകുന്നേരം ഒന്ന് വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. പോട്ട്ലക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അറേബ്യൻ ബ്രെഡ് പുഡിങ്ങും പിന്നെ ചിക്കൻ പഫ്സും ആണ്. പിന്നെ പൊറോട്ടയാണ്. അത് പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ചുട്ടാൽ മതി. ഈ ബ്രെഡ് പുഡിങ് ഞാൻ മുൻപ് ഹനയുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ബ്രെഡ് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ കസ്റ്റാർഡും പിന്നെ എവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ലെയർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രെഡ് കുറച്ച് സോക്കായിട്ടിരിക്കണം കേട്ടോ ആ ഒരു ലിക്വിഡിൽ. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുക. അതിനുശേഷം നമ്മൾ ഡെക്കറേഷനായിട്ട് മുകളിൽ സ്ലൈസ് ചെയ്ത ബദാം, പിസ്ത പിന്നെ സാഫ്രോൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് സെറ്റായി. പിന്നെ ചിക്കൻ പഫ്സ് ഉണ്ടാക്കി. ചിക്കൻ പഫ്സ് ഞാനൊരു M4 ഫുഡി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫോളോ ചെയ്തതാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഒരു ക്രീമി ഫില്ലിംഗ് ആയിരുന്നു. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തത്, അതുകൊണ്ടാണ് അത് നോക്കിയത്. പിന്നെ ഒരു ഫുൾ റെസിപ്പി വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ ചെറുതായിട്ട് എടുത്ത ക്ലിപ്സാണ്. ഫില്ലിങ് ഉണ്ടാക്കി പിന്നെ നമ്മൾ ആ ഒരു പഫ് ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ അതിനെ കവർ ചെയ്തിട്ട് പിന്നെ മുകളിലൊന്ന് എഗ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓവനിലൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ടൈമായിരുന്നു ഇമ്പോർട്ടൻറ്റ്. 5 മണിക്ക് ഹന വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ടേബിൾ സെറ്റ് ആക്കണം. അപ്പോൾ ഹനാനെ വരുത്തണതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്, അത് വഴിയെ പറയാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ടേബിളൊക്കെ സെറ്റാക്കി ഇതാ അപ്പോഴേക്കും ഹന എത്തിയിട്ടോ. ഹന കുറച്ചുകൂടി സർപ്രൈസ് ആവ് പ്ലീസ്. എക്സ്പ്രഷൻ മതിയായില്ല, എക്സ്പ്രഷൻ പോരാ. അങ്ങനെ ഹന എത്തി. ആളാകെ ഷോക്കായി പോയിട്ടോ. ഇങ്ങനൊരു സർപ്രൈസ് ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ തവണയും ഇഫ്താർ ഒരുമിച്ച് ഒരു തവണ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സുകന്യയാണ് ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. പിന്നെ നമ്മൾ അതിന് വേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു പ്ലാൻ ഇവിടം വരെ എത്തിയത്. അങ്ങനെ ബാക്കി എല്ലാവരും എത്തി. അപ്പോൾ നമ്മൾ സർപ്രൈസ് നമ്മൾ എല്ലാവരും കൂടി ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും ആൾ സർപ്രൈസായി, നമുക്കത് മതി. അപ്പോൾ ബാക്കിയുള്ള ടേബിൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യാണ്. അപ്പോൾ ധന്യ ഫ്രൂട്ട്സ് വെച്ചിട്ട് വാട്ടർമെലൻ വെച്ചിട്ട് ഒരു കേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിൻ്റെ ഡെക്കറേഷനിലാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനു ഉണ്ടാക്കിയ ഉണ്ണിമധുരം അല്ലേ? അനു ഉണ്ടാക്കിയ ഉണ്ണിമധുരം അത് കൽത്തപ്പാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതുപോലെ കിട്ടിയില്ല. അപ്പോൾ ഉണ്ണിയപ്പം പോലെ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ പവിത്രം സിനിമയിലെ ഉണ്ണിമധുരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കായിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പുവട ഉണ്ടായിരുന്നു, ഉന്നക്കായ ഉണ്ടായിരുന്നു, പിന്നെ അതായത് ഏലാഞ്ചി പറഞ്ഞിട്ടൊരു സ്നാക്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിമധുരം, പിന്നെ അപ്പുറത്ത് ചിക്കൻ പഫ്സും സ്പ്രിംഗ് റോൾ ഉണ്ട്. പിന്നെ അതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ ഡേറ്റ്സും നട്ട്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ ചട്ടിപ്പത്തിരിയാണ്. പിന്നെ ഫ്രൂട്ട്സ്, അതുപോലെ തരിക്കഞ്ഞി, ഡ്രിങ്ക്സ് ആയിട്ട് മാംഗോ സാഗോ ജ്യൂസും റോസ് മിൽക്കും പിന്നെ ലെമൺ ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ സമൂസ കൂടി ഉണ്ടായിരുന്നു കേട്ടോ സ്നാക്സ് ആയിട്ട്. മാംഗോസ് ഇപ്പോൾ വെച്ചില്ല, അത് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് വെക്കുന്നത്. ഹലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നു. അപ്പോൾ ആളും നോമ്പ് തുറയാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അങ്ങനെ അതൊരു സർപ്രൈസായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ഒരു ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ടൈം മാറിയ കാരണം 6:56 നോമ്പ് തുറ. അപ്പോൾ അവരാദ്യം ഡേറ്റ്സൊക്കെ കഴിച്ച് ഡേറ്റ്സും ജ്യൂസും കഴിച്ച് നോമ്പ് തുറന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ഇതായിരുന്നു, ഈ ഒരു സർപ്രൈസ്. ഇത് പറഞ്ഞിട്ടാണ് ഹനേനെ നമ്മളെ ഇടയ്ക്ക് വരുത്തിയത്. സുകന്യയുടെ ബർത്ത്ഡേ തലേദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാനിൽ ഹനേനെ വരുത്താമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ റിയൽ ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുന്ന സുകന്യ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ കോഴ്സ് റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ. മെയിൻ കോഴ്സിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു. അത് ദം പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഹനയുടെ ബിരിയാണിയാണ് ഉണ്ടാവുക. ഇപ്രാവശ്യം ധന്യയുടെ ബിരിയാണി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു, വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു, പനീർ ഗീ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഫ്രോസൺ പൊറോട്ടയാണ്, നമ്മൾ ചൂടാക്കി എടുത്തതാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു പ്രധാന ഫുഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെസേർട്ടിൽ അറേബ്യൻ ബ്രെഡ് പുഡിങ്ങും ഫ്രൂട്ട് കസ്റ്റാർഡും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുകയാണെങ്കിൽ. വളരെ സർപ്രൈസും സന്തോഷമൊക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.